ആന എഴുന്നള്ളിപ്പിന് കൂച്ചുവിലങ്ങിട്ട ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തതോടെ ഉത്സവ സംഘാടകരുടെയും പൂരപ്രേമികളുടെയും മനസ്സിൽ ആനന്ദത്തിന്റെ കൊടിയേറ്റമെന്ന് ആനപ്രേമി സംഘം. സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഏറെ സന്തോഷമുണ്ടെന്നും ആനപ്രേമി സംഘം ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു. ഉത്സവങ്ങളുടെ പ്രൗഢി കൂട്ടാനുള്ള ഒരുക്കങ്ങൾ ഇനി സജീവമാകും. ജില്ലയിൽ വിവിധ ഉത്സവങ്ങളിലായി പങ്കാളിത്തമുള്ള 4000-ഓളം കമ്മിറ്റികൾക്കാണ് സുപ്രീം കോടതി ഉത്തരവിലൂടെ ആശ്വാസം നേടിയത്. ഉത്സവകാലത്തിന്റെ തുടക്കത്തിൽ വന്ന നിയന്ത്രണങ്ങളിൽ കടുത്ത ആശങ്കയിലായിരുന്നു കമ്മിറ്റികൾ. കോടതി മാർഗരേഖയിലെ പല നിർദ്ദേശങ്ങളും അപ്രായോഗികമാണെന്നായിരുന്നു കമ്മിറ്റികളുടെ ആശങ്ക. ഇതുമൂലം ഉത്സവങ്ങൾക്ക് ആനകളെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ പോലും കടുത്ത അനിശ്ചിതത്വമായിരുന്നു. സർക്കാരുകളുടെ ഭാഗത്തുനിന്നും നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് ജില്ലയിലെ ഉത്സവ കമ്മിറ്റികളുടെ കൂട്ടായ്മയായ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി പ്രതിഷേധ പരിപാടികൾ തുടങ്ങിയിരുന്നു. ഇതിനിടെയാണ് തൃശൂർ പൂരം സംഘാടകരുടെ ഹർജി പരിഗണിച്ച് സുപ്രീം കോടതി അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചതും. വിധിയിലേറെ സന്തോഷമുണ്ടെന്ന് ആനപ്രേമി സംഘം ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് മച്ചിങ്ങൽ പറഞ്ഞു. സുപ്രീം കോടതി ഇറക്കിയ സ്റ്റേ ഓർഡർ തികച്ചും സ്വാഗതാർഹമാണ്. കാരണം കേരളത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായുള്ള ആന എഴുന്നള്ളത്തുകളും പള്ളി പെരുന്നാളും നേർച്ചകളും നിലനിർത്തി പോകണം എന്നോടൊപ്പം തന്നെ ഹൈക്കോടതി ഇറക്കിയ അപ്രായോഗിക വിധി, കാരണം നാട്ടാന പരിപാലന ചട്ടം 2012 നമ്മുടെ നാട്ടിൽ നിലനിൽക്കെ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കേരളത്തിലെ ഉത്സവങ്ങളെല്ലാം നടന്നു പോകുന്നത്. എന്നാൽ ചില NGOകളുടെയും മറ്റും ഇടപെടലിൽ മൂലം ഹൈക്കോടതി ഇറക്കിയ ഈ വിധിയെ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് ലക്ഷക്കണക്കിന് വരുന്ന ഉത്സവപ്രേമികളെയും ഉത്സവവുമായി ബന്ധപ്പെട്ട ആളുകളെയും സന്തോഷിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് 3 ലക്ഷത്തിലധികം ആളുകളാണ് ജീവിച്ചു പോകുന്നത് ഒരു സീസണിൽ. കാരണം അങ്ങനെയുള്ള ആ കുടുംബങ്ങളെ അടക്കം തകർക്കുന്ന രീതിയിലായിരുന്നു ഹൈക്കോടതി വിധി. എന്തായാലും ആ വിധി സ്റ്റേ ചെയ്തതിൽ തികച്ചും സന്തോഷം. ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട പാലക്കാട് ജില്ലയിൽ 40ഓളം ഉത്സവങ്ങളാണ് ഇത്തരത്തിൽ ആനകളുടെ എണ്ണം വെട്ടിക്കുറച്ച് എഴുന്നള്ളിച്ചത്. അടുത്ത ഉത്സവ സീസണ് തുടക്കമായതുകൊണ്ടുകൂടി ആവേശത്തിലാണ് ഉത്സവപ്രേമികളും.